വാര്യരുടെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ ആയുധമാക്കി ഇടതുമുന്നണി രംഗത്ത് വന്നു. സന്ദീപിന്റെ ന്യൂനപക്ഷ വിരുദ്ധ പോസ്റ്റുകളും പ്രസ്താവനകളും പരസ്യമായി നൽകി. സുപ്രഭാതം, സിറാജ് പത്രങ്ങളുടെ ഒന്നാം പേജിലാണ് ഈ പരസ്യം. വി അരുൺ ചേരുന്നുണ്ട്. അരുണ്, സുപ്രഭാതവും സിറാജിലൂടെയുമാണ് CPM ഇത് ലക്ഷ്യം വെക്കുന്നത്. കാരണം സന്ദീപ് വാര്യരുടെ ഇന്നലെ മുതൽ MP രാജേഷ് വല്ലാതെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് അറ്റാക്ക് തുടർന്നു വന്നു. നേരത്തെ സന്ദീപിനെ സ്വാഗതം ചെയ്ത പാർട്ടിയാണ് എങ്കിൽ പോലും ഇപ്പോൾ മറുകണ്ഠം ചാടിയത് കോൺഗ്രസിനൊപ്പം ചേർന്നത് വല്ലാതെ ആയുധമാക്കുകയാണ് CPM. തീർച്ചയായിട്ടും സന്ദീപ് വാര്യരുടെ മുൻകാല പ്രസ്താവന ഇന്നലെ തന്നെ CPM നേതാക്കളൊക്കെ പറഞ്ഞത് സന്ദീപ് വാര്യർ മുൻകാല ചെയ്തികൾ, മുൻകാല നിലപാടുകൾ തിരുത്തിയല്ല കോൺഗ്രസിലേക്ക് പോയത്. ഇപ്പോഴും RSSകാരനാണ് സന്ദീപ് വാര്യർ എന്ന ആരോപണമാണ് AK ബാലൻ അടക്കമുള്ളവർ ഇന്നലെ ഉന്നയിച്ചത്. MP രാജേഷും അതേ നിലപാട് സ്വീകരിച്ചു. സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റമുണ്ടോ? സന്ദീപ് വാര്യരുടെ പോസ്റ്റുകൾ പോലും പിൻവലിച്ചിട്ടില്ല. സന്ദീപ് വാര്യർ പ്രധാനമായും മുസ്ലിം സമുദായങ്ങൾക്കെതിരെ, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ പല കാലങ്ങളിലെ ഫേസ്ബുക്കിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ സുപ്രഭാതത്തിലും, അതായത് ഈ സമസ്ത വിഭാഗത്തിൻ്റെ മുഖപത്രമായ സുപ്രഭാതത്തിലും അതുപോലെ തന്നെ AP സുന്നികളുടെ കാന്തപുരം വിഭാഗത്തിൻ്റെ മുഖപത്രമായ സിറാജിലൂടെയും ഒക്കെ ഇന്ന് പരസ്യമായി അഡ്വർട്ടറിയലായി CPM നൽകിയിരിക്കുന്നത്. അതിൽ സരിൻ തരംഗം എന്നതിൻ്റെ ആദ്യ ഭാഗത്ത് കവർ പേജാണ്, ജാക്കറ്റ് പേജാണ്. അതിൽ സരിൻ തരംഗമെന്ന് മുകൾ ഭാഗത്തേക്ക് വരുന്നു, സൂപ്പർ ലീഡായി വരുന്നു. താഴെ ഈ വിഷനാവിനെ സ്വീകരിക്കുകയോ, ആ കഷ്ടം, കശ്മീരികളുടെ കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്ത് സന്ദീപ് തുടങ്ങി പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കശ്മീരികളെ കൂട്ടക്കൊലയിൽ കുഴിച്ചുവിടുക എന്നത് മാത്രമാണ് ഏക പോംവഴി എന്നതുപോലുള്ള സന്ദീപ് വാര്യരുടെ അതിതീവ്ര ഹിന്ദുത്വ നിലപാടുകൾ, മുസ്ലിം ന്യൂനപക്ഷ നിലപാടുകളൊക്കെ അദ്ദേഹം മുൻകാലങ്ങൾ BJP നേതാവായിരിക്കെ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളെ വീണ്ടും അറിയിക്കുക. അത് ഈ പത്രങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. മുസ്ലിം സമുദായത്തിൻ്റെ സമസ്ത സുന്നി വിഭാഗങ്ങളുടെ പത്രങ്ങളിൽ പരസ്യം നൽകിക്കൊണ്ട് കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ട കൂടി CPM ഇവിടെ മുന്നോട്ട് വയ്ക്കുകയാണ്. അതിൻ്റെ പ്രതികരണം ഇപ്പോൾ നമ്മൾ മന്ത്രി MP രാജേഷിനും തേടിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് എല്ലാ പത്രങ്ങളിലും പരസ്യം നൽകിയിരുന്നു, മലയാള പത്രങ്ങളിലും ഇംഗ്ലീഷ് പത്രങ്ങളിലും ഒക്കെ പരസ്യം നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ പത്രങ്ങളിലും സിറാജിലും സുപ്രഭാതത്തിലുമൊക്കെ പരസ്യം നൽകിയത്. അപ്പോൾ അതിലൊക്കെ വന്ന, അതായത് മനോരമയിലും മാതൃഭൂമിയിലും പോലുള്ള പത്രങ്ങളിലൊക്കെ വന്ന കണ്ടന്റുകൾ ഇതല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഓരോ പത്രത്തിലും ഓരോ കണ്ടന്റാണ് നൽകിയത്. ചിലയിടത്ത് പ്രകടന പത്രിക നൽകി, ചിലയിടത്ത് സർക്കാർ നേട്ടങ്ങൾ നൽകി, ചിലയിടത്ത് ഇത്തരം കാര്യങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ അതിൽ അത്ഭുതമില്ല, അതിശയമില്ല എന്നൊരു നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ഇതിനകം ഇത് വലിയ എതിർപ്പ് ഉയർത്തിക്കഴിഞ്ഞു. കാഫിർ സ്ക്രീൻഷോട്ട് സമാനമായ ഒരു നീക്കമായാണ് കോൺഗ്രസ് നേതാക്കൾ ഇതിനെ കാണുന്നത്. വരും മണിക്കൂറുകൾ പ്രധാനപ്പെട്ട വിഷയമായി ചർച്ചയായത് മാറാനിടയുണ്ട്. CPM ന്യൂനപക്ഷ മേഖലകളിൽ നിന്ന് വലിയൊരു വോട്ട് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് സന്ദീപ് വാര്യരെ പോലുള്ള ഒരു തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള ഒരാളെ കോൺഗ്രസിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വലിയ ഒരു ഷിഫ്റ്റ് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വോട്ടിംഗ് പാറ്റേണിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഇടതുമുന്നണി പങ്കുവയ്ക്കുന്നു. നേട്ടമാകുമോ കോട്ടമാകുമോ എന്ന ചർച്ച ഈ സന്ദീപ് BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന സമയം മുതൽ നടക്കുന്നുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, ഏറ്റവും വളരെ കൃത്യമായി സുരേന്ദ്രനൊക്കെ പറഞ്ഞതുപോലെ ഈ BJP നേതാക്കൾ, ഏതൊരു BJP നേതാവ് സംസാരിച്ചതിനേക്കാളും പരുഷമായ ഭാഷയിൽ അതിതീവ്രമായി ചാനൽ ചർച്ചകളിലടക്കം പ്രസംഗങ്ങളിലടക്കം ഒരു വിഭാഗത്തെ അറ്റാക്ക് ചെയ്ത നേതാവാണ് സന്ദീപ് എന്ന സംശയമില്ലല്ലോ. ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ കൂടെ അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരുന്നു, അതും പിൻവലിക്കുന്നില്ല. അത് ഇങ്ങനെ സുപ്രഭാതത്തിലൂടെ സിറാജിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നതിലൂടെ CPMന്റെ ലക്ഷ്യം വലുതാണ്. ഈ CPM പ്രതീക്ഷിക്കുന്നതും സന്ദീപ് വന്നതോടെ കോൺഗ്രസിൽ ലഭിക്കാവുന്ന ന്യൂനപക്ഷ വോട്ടുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുമെന്നാണ്. കൃത്യമായി അത് ചൂണ്ടിയാണ് ആ പാർട്ടിയുടെ നീക്കം എന്നുകൂടി കാണണം. അപ്പോൾ അവർക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് പുതിയൊരു വിഷയം കൂടി വീണ് കിട്ടിയിരിക്കുകയാണ് ഈ അവസാന നിമിഷം. തീർച്ചയായിട്ടും സന്ദീപ് വാര്യരെ ഇടതുമുന്നണി അവരിലേക്ക് കൊണ്ടുവരാൻ, CPMലേക്ക് പ്രത്യേകിച്ച് കൊണ്ടുവരാൻ ചർച്ചകൾ നടന്നു എന്നതൊക്കെ വസ്തുതയാണ്. പക്ഷേ അപ്പോഴൊക്കെ അവർ നേതാക്കൾ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് നിലപാട് തിരുത്തി വന്നാൽ സന്ദീപിനെ സ്വീകരിക്കാം. സന്ദീപ് ആദ്യം നരേന്ദ്രമോദിയെയും അദ്ദേഹം ഇതുവരെ സ്വീകരിച്ചിരുന്ന പ്രത്യയശാസ്ത്രത്തെയൊക്കെ തള്ളിപ്പറയട്ടെ, ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം തള്ളിപ്പറയട്ടെ, അപ്പോൾ ആലോചിക്കാം എന്ന് മാത്രമാണ് നേതാക്കൾ പറഞ്ഞത്. അതിൽ AK ബാലൻ നേതാക്കൾ ക്രിസ്റ്റൽ ക്ലിയർ സഖാവായി മാറുമെന്ന ചില സർട്ടിഫിക്കറ്റുകൾ നൽകിയതും വസ്തുതയാണ്. എങ്കിലും അവർ CPMലേക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്തിരുന്നില്ല. സന്ദീപ് വാര്യർ നിലപാട് തിരുത്തി വരട്ടെ എന്നായിരുന്നു അവരുടെ ഔദ്യോഗിക പ്രഖ്യാപനം, നിലപാട്. അവിടെ പക്ഷേ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ ഒരു തരത്തിലും നിലപാട് തിരുത്തിയില്ല സന്ദീപ്. ഇത് പരമാവധി ന്യൂനപക്ഷ മേഖല പ്രചരിപ്പിക്കാൻ തന്നെയാണ് CPMന്റെ നീക്കം. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ അവർക്ക് മുൻപിലുള്ളൂ. അതുകൊണ്ടാകാം ഒരുപക്ഷെ ഈ പത്രത്തിലെ പരസ്യ മാതൃകയൊക്കെ അവർ സ്വീകരിച്ചത്. മാത്രമല്ല, മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഇടതുമുന്നണി അകലുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇടതുമുന്നണിക്കുണ്ടായി. അവരുമായി അത്ര ചേർന്ന് പോകേണ്ട സാഹചര്യമില്ല എന്ന് CPM വിലയിരുത്തി. പക്ഷേ അപ്പോഴും പാലക്കാട് മണ്ഡലത്തിൽ നിർണായകമാകാൻ പോകുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടാണ്. അതൊരു N ബ്ലോക്ക് ആ വോട്ട് UDFലേക്ക് വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. SDPIയുടെ പിന്തുണ അവർ ഇന്നലെ UDFിൽ നൽകിക്കഴിഞ്ഞു.
ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ കുറേ നാളുകളായി UDF-ന് എല്ലാം മറന്നുള്ള പിന്തുണ, എല്ലാം നിരുപാധിക പിന്തുണ നൽകുകയാണ്. അങ്ങനെ വരുമ്പോൾ മുസ്ലിം വിഭാഗങ്ങളുടെ മുഴുവൻ വോട്ടും UDF-ലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ അത് അവരുടെ വിജയത്തെ എളുപ്പമാക്കുമെന്ന് CPM കരുതുന്നു. അവിടെയാണ് ഇടതുമുന്നണിക്ക് ഈ കാര്യത്തിൽ പ്രതീക്ഷയില്ലാത്ത ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വോട്ടിലെ ഒരു ഭാഗമെങ്കിലും ഇങ്ങോട്ട് മാറ്റാൻ, തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിയുമോ എന്ന് CPM ഇടതുമുന്നണി ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശം, സന്ദീപ് വാര്യരുടെ മുൻകാല ചെയ്തികൾ, അദ്ദേഹത്തിന്റെ മുൻകാല പ്രസ്താവനകൾ എടുത്ത് ഉയർത്തിക്കാട്ടി CPM പ്രചരിപ്പിക്കുന്നത്. വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. എത്രത്തോളം അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ഇടതുമുന്നണി കഴിയുമെന്നത് വ്യക്തതയില്ല. എങ്കിലും പരമാവധി മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ, ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ട്. സന്ദീപ് വാര്യരെ പോലെ അതിതീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച ഒരാൾ ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസിലേക്ക് എത്തുന്നതും പാണക്കാട് പോയി സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണുന്നതും ലീഗ് നേതാക്കൾക്കൊപ്പം പ്രചരണത്തിൽ വരുന്നതുമൊക്കെ എങ്ങനെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ആശങ്കയാക്കി മാറ്റാമെന്നതിൻ്റെ ശ്രമമാണ്, രാഷ്ട്രീയ ശ്രമമാണ് CPM നടത്തുന്നത്. അതിനെതിരെ സ്വാഭാവികമായും പ്രതിരോധം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. എങ്കിലും രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ കൊട്ടിക്കലാശത്തിന് ശേഷം നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളിൽ CPM അവർക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ആയുധമായി, ഒരു അവസരമായി ഇതിനെ കാണുന്നു എന്നുള്ളത് വസ്തുതയാണ്. രഞ്ജിത്ത്, നമുക്ക് യാതൊരു സംശയമില്ല. കഴിഞ്ഞ തവണ നമുക്കറിയാം 3900 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഷാഫി പറമ്പിൽ പാലക്കാട് മണ്ഡലം പിടിച്ചെടുത്തത്. അതിന് ഷാഫിക്ക് പ്രധാനമായും ഷാഫിയെ സഹായിച്ചത് അവസാന നിമിഷം സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും സംഭവിക്കുന്ന പോലെ ന്യൂനപക്ഷ മേഖലയിലെ ഒരു കൺസോൾട്ടേഷനാണ് ഷാഫിക്ക് അനുകൂലമായി. പാലക്കാട് ന്യൂനപക്ഷ വോട്ടുകൾക്ക് യാതൊരു കുറവുമില്ലാത്ത ഒരു മണ്ഡലമാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ 3-ാം സ്ഥാനത്ത്, ഏറെ വോട്ടുകളുടെ വ്യത്യാസത്തിൽ 3-ാം സ്ഥാനത്താണെങ്കിൽ പോലും ഇത്തവണ ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു പ്രഭാവം കൊണ്ട്, ചിട്ടയായ പ്രവർത്തനങ്ങൾ കൊണ്ട് തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേടാമെന്ന ആത്മവിശ്വാസം CPM-നുണ്ട്. അവിടെയാണ് ഈ ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ന്യൂനപക്ഷ കൺസോൾട്ടേഷനിലൂടെ ഷാഫി ജയിച്ചു എന്ന വിലയിരുത്തൽ വന്ന ഒരു മണ്ഡലത്തിൽ ഇപ്പോൾ പുതിയൊരു പ്രചരണവുമായി എത്തിയിരിക്കുന്നത്. ഇത് സന്ദീപ് കോൺഗ്രസിന് ബുമറാങ് ആകുമോ എന്ന സംശയം കൂടി ആദ്യം മുതൽ തന്നെ ഇപ്പോൾ സന്ദീപ് വാര്യരുണ്ട്. സന്ദീപ്, ഇപ്പോൾ CPM-ന്റെ